റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കെഎസ്ഇബിക്ക് ഗുരുതര വീഴ്ചയെന്ന് രേഖകൾ. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ടെൻഡർ ഉറപ്പിച്ച ശേഷം അന്തിമാനുവാദം നൽകേണ്ട റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാൻ 2 ആഴ്ച വൈകിപ്പിച്ചു. ഗുരുതര വീഴ്ചയെന്നും ആവർത്തിക്കരുതെന്നും റെഗുലേറ്ററി കമ്മീഷൻ കെഎസ്ഇബിക്ക് മുന്നറിയിപ്പും നൽകി. അതിനിടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അധിക വൈദ്യുതി ഉണ്ടായിട്ടും അത് വാങ്ങിയെടുക്കാനുള്ള രാഷ്ട്രീയ ഇടപെടലില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തുടങ്ങിയത് ജൂൺ ആദ്യ ആഴ്ചയിലാണ്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ടെൻഡർ വിളിച്ചത് ഈ ജൂൺ 15-ന്. ജൂൺ 30-ന് ടെൻഡർ തുറന്നു. 5 രൂപ 96 പൈസക്ക് വാങ്ങാൻ അദാനിയെയും മീനാക്ഷി എനർജിയെയും തെരഞ്ഞെടുത്തത് ജൂലൈ 2-ന്. എന്നാൽ കെഎസ്ഇബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാൻ 2 ആഴ്ച കൂടി വൈകി. ജൂലൈ 16, ജൂലൈ 18-ന് റെഗുലേറ്ററി കമ്മീഷൻ അനുവാദവും കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് രൂക്ഷമായിരുന്നു. കെഎസ്ഇബി ചെയ്തത് ഗുരുതര വീഴ്ചയാണെന്നും ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പും റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അതിനിടെ രാഷ്ട്രീയ നേതൃത്വം പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്നില്ലെന്ന ആരോപണം ശക്തമായി. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക 200 മുതൽ 600 വരെ മെഗാവാട്ട് വൈദ്യുതിയാണ് പുറത്തു വിൽക്കുന്നത്. മന്ത്രിതലത്തിലും കോൺഗ്രസ് തലത്തിലും ശക്തമായി ഇടപെട്ടാൽ ഇത് കിട്ടാൻ എളുപ്പവുമാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.